ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിക്രത്തിൻ്റെയും വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദിയും കൊണ്ട് ബീച്ചിൽ പോയി ഇരിക്കുകയാണല്ലോ. ബീച്ചിൽ പോയി ഇരുന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതുവരെ അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വിക്രം വേദയോടും വേദ വിക്രത്തിനോടും പറയുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വേദ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് എന്നോടൊന്ന് പറഞ്ഞുകൂടെ? നിങ്ങളുടെ ജീവിതം എന്താ ഇങ്ങനെയായി പോയെന്ന് നിങ്ങൾക്കൊന്ന് പരസ്പരം എന്നോടൊന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ വേദ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുക, അത് നിന്നോട് ഞാൻ തുറന്നു പറയാൻ സമയമായിട്ടില്ല. ഞാനും നീയും ഒന്നാണെന്ന് എനിക്ക് ബോധ്യമാവുമ്പോൾ ഞാൻ നിന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കും. അതുവരെ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ പോവാമെന്നൊക്കെ വിക്രം വേദയോട് പറയുകയാണ് കേട്ടോ. വേദ അപ്പോൾ പറഞ്ഞു, എന്നെ നിങ്ങളൊരു ഫ്രണ്ടായിട്ടെങ്കിലും അംഗീകരിച്ച് തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ. നിൻ്റെ പഴയ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമാണെന്ന് വേദ വിക്രത്തിനോട് പറയാണ് കേട്ടോ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ തന്നെ അത് കണ്ടെത്തിക്കോളാം. അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് മനസ്സ് തുറന്ന് പറയണമെന്ന് വേദ വിക്രത്തിനോട് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയും, നിന്നെക്കൊണ്ട് തനിയെ സ്വയം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നീ കണ്ടെത്തിക്കോളൂ, ഞാനായിട്ട് നിന്നോടൊന്നും പറയില്ല എന്ന് വേദയോട് വിക്രം പറയാണ് കേട്ടോ. എന്തായാലും വേദ വിക്രത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണം തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.